Hi students, today we are discussing about cascading adder circuit. Yesterday we already discussed what is full adder, half subtractor and full subtractors. ഇതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ആ ഒരു കേസിലൊക്കെ നമ്മളൊരു ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്യാരി അല്ലെങ്കിൽ ബോറോ അല്ലേ, ആ ഒരു ടേം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ഇൻപുട്ടുകളാണ് അല്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാസ്കേഡിങ് ആഡർ സർക്യൂട്ടുകൾ. അതായത് ഒരു ആഡർ സർക്യൂട്ടിൻ്റെ ക്യാരി ഔട്ട് മറ്റൊരു സർക്യൂട്ടിൻ്റെ ഇന്നായിട്ട് പോകുമ്പോൾ വരുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ആണുള്ളത്, അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വി ക്യാൻ കാസ്കേഡ് സിംഗിൾ ബിറ്റ് ഫുൾ ആഡർ സർക്യൂട്ട്സ് and could add two multiple bit binary numbers. This type of cascading full adder circuits are called ripple carry adder circuit. In the case of ripple carry adder circuit, carry out of each full adder is the carry in of next most significant adder circuit. ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് നമ്മുടെ ഒരു ആഡർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ക്യാരി എന്നുള്ളത് നെക്സ്റ്റ് ആഡർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടായിരിക്കും അല്ലേ. ഓക്കെ, ആസ് ദ ക്യാരി ബിറ്റ് ഇൻ ദ റിപ്പിൾ ഇൻ ടു ദി നെക്സ്റ്റ് സ്റ്റേജ് ഇറ്റ് ഈസ് കോൾഡ് എ റിപ്പിൾ ക്യാരി ആഡർ സർക്യൂട്ട്. ക്യാരി ബിറ്റ് ഈസ് റിപ്പിൾഡ് ഫ്രം ദി ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, LSB ടു MSB ആണ്. ദെൻ ഇവിടെ നോക്കൂ, ഈ ഡയഗ്രത്തിന് എന്തൊക്കെ മനസ്സിലാക്കാം. ഇവിടെ AB അല്ലേ, ഇവിടെ A1 B1 രണ്ട് ഇൻപുട്ടുകളാണ്. ക്യാരി ഇന്നുണ്ട്, പിന്നെ അതിൻ്റെ സമ്മുണ്ട് ഫസ്റ്റ് ആഡർ സർക്യൂട്ടിനകത്ത്. സെക്കൻഡ് സർക്യൂട്ട് അതേ രൂപത്തിൽ തന്നെ A2 B2 ഉണ്ട്. ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഫുൾ ആഡർ 1 എന്നുള്ള സർക്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ക്യാരി ഔട്ട് സെക്കൻഡ് ആഡർ സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഫുൾ ആഡർ 2 എന്ന സർക്യൂട്ടിൻ്റെ ക്യാരി ഇന്നാണ് അല്ലേ. അത് കാസ്കേഡ് ചെയ്ത് അല്ലെങ്കിൽ റിപ്ലൈ ചെയ്തങ്ങനെ പോവാണ്. അതിൻ്റെ ഔട്ട്പുട്ട് അല്ലേ, സെക്കൻഡ് ആഡർ സർക്യൂട്ടിൻ്റെ ക്യാരി ഔട്ട്പുട്ട് തേർഡ് സർക്യൂട്ടിൻ്റെ ക്യാരി ഇന്നിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ഇൻ ദി ബ്ലോക്ക് ഡയഗ്രാം വി ആർ ആഡിങ് 2-3 bit binary numbers. We can see 3 full adder circuit are cascaded together. Those 3 full adder circuits produces the final sum result, which is produced by those 3 sum output from 3 separate half adder circuit. നമുക്കറിയാവുന്ന the carry out is directly connected to the next significant adder circuit. After the final adder circuit carry out provide the final carry output. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. This type of circuit also has limitations. എന്താ ലിമിറ്റേഷൻസ്? ഇപ്പോൾ അവിടെ ഡയഗ്രത്തിൽ ഒന്നുകൂടെ നോക്കൂ. ഈ ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ സെക്കൻഡ് ഫുൾ ആഡറിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓരോ ഫുൾ ആഡറിലേക്കും സെപ്പറേറ്റ് ഇൻപുട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ ക്യാരി എന്നുള്ള ഒരു കേസ്, ഫസ്റ്റ് ക്യാരി സർക്യൂട്ടിൻ്റെ ക്യാരി ഔട്ടാണ് സെക്കൻഡ് സർക്യൂട്ടിൻ്റെ ക്യാരി ഇന്ന്, സെക്കൻഡ് സർക്യൂട്ടിൻ്റെ ക്യാരി ഔട്ടാണ് തേർഡ് സർക്യൂട്ടിൻ്റെ ക്യാരി ഇന്ന്. അവർക്ക് ഓരോ സർക്യൂട്ടിനും സെപ്പറേറ്റ് ഇൻപുട്ടുകൾ AB രണ്ടും വരുന്നുണ്ട്. പക്ഷേ അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് സർക്യൂട്ടിന്, അതായത് ഇവിടെ ഫുൾ ആഡർ 2 എന്നുള്ള സർക്യൂട്ടിന് അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് കിട്ടണം? ഫസ്റ്റ് ആഡർ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് എന്താണോ ഉള്ളത് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരി ഔട്ട് കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെക്കൻഡ് സർക്യൂട്ടിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡിലേ വരും. അപ്പോൾ അങ്ങനെ 10 ഗേറ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓരോ ഗേറ്റിനും ഒരു പർട്ടിക്കുലർ ടൈം എടുക്കുന്നതിൽ അത്രയും ഡിലേ വരും. അതാണ് അവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടത്. ദിസ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആൾസോ ഹാസ് ലിമിറ്റേഷൻസ്. മനസ്സിലായോ? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് അൺവാണ്ടഡ് ഡിലേ വെൻ വി ട്രൈ ടു ആഡ് ലാർജ് നമ്പേഴ്സ്. This delay is called propagation delay. It's a very important question. What is propagation delay? Okay, during the addition of
232 bit or 64 bit numbers, the carry out bit which is finally the outputs MSB. Wait for the changes is previous logic gates. അതൊക്കെ എന്ത് ചെയ്യണം, പ്രീവിയസ് സ്റ്റേജിലുള്ള ലോജിക് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, ഇതിൻ്റെ ക്യാരി ഔട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, തൊട്ട് മുന്നുള്ള സ്റ്റേജിൻ്റെ റിസൾട്ട് ക്യാരി ഔട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഓരോ ഗേറ്റിനും ഓരോ സർക്യൂട്ടിനെയും അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. In terms of the method used to handle carries in parallel adder, there are two types. First one, ripple carry adder and carry look head adder. ഈ രണ്ട് മെത്തേഡുകളാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോബ്ലം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്താണ് ക്യാരി പ്രൊപ്പഗേഷൻ എന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകളാണ്, ഒന്ന് റിപ്പിൾ ക്യാരി ആഡറും മറ്റൊന്ന് ക്യാരി ലുക്ക് ഹെഡർ ആഡറും. ഇനി എന്താണ് റിപ്പിൾ ക്യാരി ആഡർ എന്ന് നോക്കാം നമുക്ക്. റിപ്പിൾ ക്യാരി ആഡർ ഈസ് വൺ വിച്ച് the carry output of each full adder is connected to the carry output of the next higher order stage. The sum and output carry of any stage cannot be produced until the input carry occurs. This case a time delay in the addition process. The carry propagation delay for each of full adder is the time from the application of the input carry until the output carry occurs. Assume that A, B and inputs are already present. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മുടെ ഗേറ്റ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെ എയുടെയും ബിയുടെയും ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് കിട്ടി, അത് നോക്കിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ഓരോ സർക്യൂട്ടുകളും കണക്റ്റഡ് ആണ്. ആ ഓരോ സർക്യൂട്ടുകളെയും ഓരോന്നിൻ്റെയും ഔട്ട്പുട്ട് കിട്ടി, ക്യാരി ഹെഡർ കിട്ടി, ക്യാരി ഔട്ട് കിട്ടിയതിന് ശേഷമാണ് അടുത്തതിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്നിൻ്റെയും ഔട്ട്പുട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാൻ അടുത്തത് കൂടി പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. അതിൻ്റെ ഡയഗ്രാം വിഷയം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അതായത് കുറച്ചുകൂടി നന്നാവും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി വരാം കേട്ടോ, പറഞ്ഞ പോയിന്റിലേക്ക് ഒന്നുകൂടി വരാം. ഇനി ഞാൻ പറഞ്ഞ ഇതാണ്, എ റിപ്പിൾ ക്യാരി ആഡർ ഈസ് വൺ വിച്ച് ദ ക്യാരി ഔട്ട്പുട്ട് of each full adder circuit connected to the carry output of the next higher order stages. ഓരോന്നും കണക്റ്റഡ് ആണ് ഇവിടെ റിപ്പിൾ ക്യാരി ആഡറിനകത്ത്. ഇതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ പോയിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഇനി അടുത്തത്, എ മെത്തേഡ് ഓഫ് സ്പീഡിംഗ് അപ്പ് ദി അഡീഷൻ പ്രോസസ് ബൈ എലിമിനേറ്റിംഗ് ദ റിപ്പിൾ ക്യാരി ഡിലേ ഈസ് കോൾഡ് ലുക്ക് ഹെഡ് ക്യാരി അഡീഷൻ. The look ahead carry adder anticipates the output carry of each stage and based on the bits of each stage produce the output carry by either carry generation or carry propagation. ഇവിടെ ചെയ്യുന്നത് കണക്റ്റഡ് അല്ല, ഓരോ സ്റ്റേജിൻ്റെതും അവിടെ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായോ, ഓരോ സർക്യൂട്ടിൻ്റെയും അവിടെ വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ലുക്ക് ഹെഡ് ക്യാരി നമ്മളെന്ത് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡിൽ ഓരോ സർക്യൂട്ടിൻ്റെയും ക്യാരി ഔട്ട് ആ സർക്യൂട്ടിൽ വെച്ചിട്ട് തന്നെ കണക്റ്റഡ് അല്ല, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ, നേരത്തെ ഞാൻ പറഞ്ഞത് കണക്റ്റഡ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ, ഇവിടെ കണക്റ്റഡ് അല്ല. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. ക്യാരി പ്രൊപ്പഗേഷൻ occurs when two output carry is produced or generated in the internal by the ഇവിടെ ക്യാരി ജനറേഷൻ ഒരു ക്യാരി പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ ലുക്ക് ഹെഡ് ക്യാരിയുടെ കേസിൽ രണ്ട് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്, ഒന്ന് ക്യാരി ജനറേഷൻ ഉണ്ട്, ക്യാരി പ്രൊപ്പഗേഷൻ ഉണ്ട്. ക്യാരി ജനറേഷൻ എന്ന് പറഞ്ഞാൽ ക്യാരി ജനറേറ്റ് ചെയ്യാം. ആരാ ജനറേറ്റ് ചെയ്യുന്നത്, നമ്മളെ ലോജിക് സർക്യൂട്ടുകളായിരിക്കും. അപ്പോൾ ഇൻറ്റേർണലി കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ടുകൾ എയും ബിയും അതിൻ്റെ റിസൾട്ട് എന്താണോ അത് വെച്ചിട്ടായിരിക്കും ക്യാരി ജനറേറ്റ് ചെയ്യുന്നത്, അതാണ് ക്യാരി ജനറേഷൻ. ഇനി ക്യാരി പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നുള്ള സർക്യൂട്ടിൻ്റെ ക്യാരി ഔട്ട് ഇതിലേക്ക് വരുമ്പോൾ അത് പാസ് ചെയ്യുന്നതാണ് എന്ത്, ക്യാരി പ്രൊപ്പഗേഷൻ. നമുക്കതിൻ്റെ ഡയഗ്രം ഉണ്ട്, അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യും മനസ്സിലാവും. ഡയഗ്രത്തിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എ ക്യാരി ഈസ് ജനറേറ്റഡ് ഓൺലി വെൻ ബോത്ത് ഇൻപുട്ട് ബിറ്റ്സ് ആർ 1. ക്യാരി ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, രണ്ട് ഇൻപുട്ടുകളും 1 ആണെങ്കിൽ എന്ത് ചെയ്യും, ക്യാരി ജനറേറ്റ് ചെയ്യും തീർച്ചയായിട്ടും അല്ലേ. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 0 എന്ന് വരും, അപ്പോൾ ക്യാരി ഉണ്ടാവും തീർച്ചയായിട്ടും. The generated carry CG is expressed as the AND function അല്ലേ. 1 ഉം 1 ഉം ആണെങ്കിൽ എന്ത് പാസ് ചെയ്താൽ മതി,
ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചാൽ എന്തേ വരുള്ളൂ, 1ഉം 1ഉം ആണ സമയത്ത് മാത്രമേ എന്ത് ജനറേറ്റ് ചെയ്യുള്ളൂ, ക്യാരി 1 ആയിട്ട് ജനറേറ്റ് ചെയ്യുള്ളൂ. നമുക്കറിയാം അല്ലേ. CG is expressed as the AND function of the two input bits A and B. അപ്പോൾ നമ്മുടെ ക്യാരി ജനറേഷനോട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, CG = AB, അതായത് ആൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നമ്മളത് ജനറേറ്റ് ചെയ്യും. ഇനി ക്യാരി പ്രൊപ്പഗേഷൻ ഒക്കേഴ്സ് അല്ലേ, ജനറേഷൻ പറഞ്ഞു. ക്യാരി എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, വെൻ ദ ഇൻപുട്ട് ക്യാരി ഈസ് റിപ്പിൾ ടു ബിക്കം ദി ഔട്ട്പുട്ട് ക്യാരി. ഇൻപുട്ട് ക്യാരി എന്താക്കി മാറ്റും, നേരെ ഔട്ട്പുട്ട് ക്യാരിയിലേക്കാണ് വിടും. ഇൻപുട്ടിൽ എന്ത് വന്നോ നേരെ എന്ത് ചെയ്യും, അത് ഔട്ട്പുട്ടിലേക്ക് വരും. 0 വന്നാൽ 0 പോകും, 1 വന്നാൽ 1 പോകും. ആ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യും, ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഇൻപുട്ടുകൾ കിട്ടുന്ന പ്രോസസ്സ് ചെയ്യുന്ന ആ ഡിലേ വരില്ല. മനസ്സിലായോ? ഇനി ആൻ ഇൻപുട്ട് ക്യാരി മേ ബി പ്രൊപ്പഗേറ്റഡ് ബൈ ദി ഫുൾ ആഡർ വെൻ ഐദർ ഓർ ബോത്ത് ഓഫ് ദി ഇൻപുട്ട് ബിറ്റ്സ് ആർ 1. 2 ബിറ്റും 1 ആണെങ്കിലും 1 ബിറ്റ് 1 ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, നേരെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വിടും. ഇത് നമുക്കതിൻ്റെ ഡയഗ്രാം നോക്കാം, അപ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഇതാണ് നമ്മുടെ എന്ത് റിപ്പിൾ ക്യാരി ആഡർ. റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തായിരുന്നു, ഓരോ സർക്യൂട്ടുകളും കണക്റ്റഡാന്ന് പറഞ്ഞു. പിന്നെ ഒന്നിൻ്റെ ഔട്ട്പുട്ട് ആണ് നേരെ അടുത്തതിലേക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ കണക്റ്റഡാന്ന് ഞാൻ പറഞ്ഞില്ലേ, റിപ്പിൾ ക്യാരി ആഡറിനകത്ത് കണക്റ്റഡ് സർക്യൂട്ടുകളാണ്. ഇവിടെ നോക്കൂ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കും. ഫസ്റ്റ് സർക്യൂട്ട് അല്ലേ, LSB സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടുന്ന് സി ഇൻ ആണ് നമ്മുടെ എന്ത്, ക്യാരി ഇൻ. സി ഇന്നിൽ വരുന്ന ഡാറ്റ എന്താണോ അത് നേരെ എങ്ങോട്ട് പാസ് ചെയ്യും, സി ഔട്ടിലേക്ക് പാസ് ചെയ്യും. മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സി ഇന്നിൽ എന്താ വരുന്നത്, സി ഇന്നിൽ വരുന്നത് 1 എന്ന് വന്നാൽ നേരെ സി ഔട്ടിലേക്ക് എന്ത് വരും, 1 എന്ന് കൊടുക്കും. ആ 1 എന്ത് ചെയ്യും, അടുത്ത സർക്യൂട്ടിലേക്ക് പോയി FA2 എന്നുള്ള FA1 എന്ന് സ്റ്റാർട്ട് ചെയ്തു, FA2ലേക്ക് പാസ് ചെയ്തു. FA2ൽ സി ഇന്നിൽ 1 വന്നു, നേരെ സി ഔട്ടിലേക്കും 1 വന്നു. പിന്നെ അടുത്തത് എന്ത് ചെയ്തു, FA3 അല്ലേ, FA3 ഉണ്ട്. FA3ൽ എന്ത് ചെയ്തു, സി ഇന്നിലേക്ക് 1 വന്നു, സി ഔട്ടിലേക്ക് നേരെ 1 വിട്ടു. അങ്ങനെ FA4ലെത്തി, MSBയിലും FA4ൽ 1 വന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഓരോ സ്റ്റേജിലും FA1 വർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത് 8 നാനോ സെക്കൻഡ് വേണം. FA2 8 നാനോ സെക്കൻഡ്, അങ്ങനെ 8 നാനോ സെക്കൻഡുകൾ ഓരോ സ്റ്റേജിലും നമുക്ക് 8 നാനോ സെക്കൻഡുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 × 8 32 നാനോ സെക്കൻഡ്സുകൾ വേണം ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ നമുക്ക്. കാരണം നമ്മൾ എന്തിനെ വെയിറ്റ് ചെയ്യണത്, ഈ ക്യാരിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം നമുക്ക് ആവശ്യം വന്നത്. മനസ്സിലായി, റിപ്പിൾ ചെയ്ത് ഇങ്ങനെ ഓരോന്നിലും എന്ത് ചെയ്തും കറങ്ങിയിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് FA2ൻ്റെ റിസൾട്ട് കിട്ടിയെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, FA2ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കിട്ടിയെങ്കിൽ FA3ക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. FA4ന് വർക്ക് ചെയ്യണമെങ്കിൽ 24 നാനോ സെക്കൻഡ് കിട്ടിയെങ്കിലേ FA4ക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി, കാരണം അതിനെന്താണ് കാരണം, അതിന് മുന്നുള്ള ക്യാരി അവർക്ക് കിട്ടണം. ഇതാണ് എന്ത്, റിപ്പിൾ ക്യാരി ആഡർ സർക്യൂട്ട് അല്ലെങ്കിൽ റിപ്പിൾ ക്യാരി ആഡർ. ഇതിൻ്റെ വേസ്റ്റ് കേസാണ് കേട്ടോ, ഏറ്റവും വേസ്റ്റ് കേസാണ്. ഇനി റിപ്പിൾ ക്യാരി ആഡർ സഫേഴ്സ് ഫ്രം ദി പ്രൊപ്പഗേഷൻ ഡിലേ. മനസ്സിലായല്ലോ അല്ലേ, പ്രൊപ്പഗേഷൻ ഡിലേ നമ്മൾ റിപ്പിൾ ക്യാരി സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി ലുക്കർ ഹെഡ് ക്യാരി ആഡർ ആണെങ്കിൽ ട്രൈസ് ടു ആൻറ്റിസിപ്പേറ്റ്, എന്ത് ചെയ്യാണ്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ് ഔട്ട്പുട്ട് ക്യാരി ഓഫ് ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിൻ്റെയും ഔട്ട്പുട്ട് ക്യാരി എന്താ എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു. ക്യാരി ജനറേഷൻ ഒക്കേഴ്സ് വെൻ ദ ബോത്ത് ഇൻപുട്ട്സ് ആർ 1. 2 ഇൻപുട്ടുകൾ 1 ആണെങ്കിൽ എന്ത് ചെയ്യും, ഇൻപുട്ട് നോക്കും 1 ആണോ, നേരെ എന്ത് ചെയ്യും, അത് അതിൻ്റെ കാൽക്കുലേറ്റർ നോക്കില്ല, നേരെ എന്ത് ചെയ്യും, അതിൻ്റെ ക്യാരി ഔട്ടിലേക്ക് 1 പാസ് ചെയ്യും. ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് അത് ജനറേറ്റ് ചെയ്തുകൊണ്ട് 1 ആണെങ്കിൽ എന്തേ വരുള്ളൂ, 1 നേരെ അങ്ങോട്ട് 1 പാസ് ചെയ്യും. ഇനി ക്യാരി പ്രൊപ്പഗേഷൻ ഒക്കേഴ്സ് വെൻ ദ ഇൻപുട്ട് ഈസ് റിപ്പിൾ ടു ദി ക്യാരി, എന്താ പറയുക, റിപ്പിൾ ടു ദി ഔട്ട്പുട്ട് ക്യാരി. എന്താണോ ഇൻപുട്ട് ക്യാരി വരുന്നത് നേരെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലേക്ക് കൊണ്ട് പാസ് ചെയ്യും. മനസ്സിലായോ? നമുക്ക് ഡയഗ്രാം വെക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ജനറേഷനിൽ ചെയ്യുന്നത് ഇൻപുട്ട് രണ്ടും എന്താണെന്ന് നോക്കുമ്പോൾ നേരെ ആൻഡ് ഗേറ്റ് വെച്ചിട്ട് നേരെ ഔട്ട്പുട്ടിലേക്ക് ക്യാരി ഔട്ടിലേക്ക് കൊടുക്കും. മനസ്സിലായോ? അതല്ലാതെ എൻ്റെയും ബീൻ്റെ റിസൾട്ട് ആഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്, നേരെ തന്നെ ഇൻപുട്ട് കിട്ടും, അതിനെ നേരെ ആൻഡ് ഗേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലേക്കാണ്ട് കൊടുക്കും. അപ്പോൾ
ആൻഡ് ഗേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആൻഡ് ഗേറ്റ് വെക്കുമ്പോൾ ഏത് കേസ് മാത്രമേ 1 വരുള്ളൂ, 1 ആണെങ്കിൽ മാത്രമേ 1 വരുള്ളൂ. അത് നമ്മളെങ്ങനെയായാലും 1 ആഡ് ചെയ്താൽ ഒരിക്കലും എങ്ങനെയായാലും എന്തുണ്ടാവും, ക്യാരി ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻപുട്ട് നോക്കും, അത് നേരെ എന്ത് ചെയ്യും, ആൻഡ് ഗേറ്റ് വെച്ചിട്ട് സി ഔട്ടിലേക്കാണ് കൊടുക്കും. ഇനി ക്യാരി പ്രൊപ്പഗേഷൻ ഒക്കെ പിന്നെ ഇത് റിപ്പിൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ക്യാരി പ്രൊപ്പഗേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, എയും ബിയും ആഡ് ചെയ്യും, 2 ഇൻപുട്ടുകളും ആഡ് ചെയ്തിട്ട് അത് അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കും. അപ്പോൾ ശരിക്കും ക്യാരി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് രണ്ടും ചെയ്തതായിക്കാരം അല്ലേ. അതായത് സി ജി പ്ലസ് സി പി ആണ് ശരിക്കും എന്ത് ഇൻറ്റു സി ഇൻ. അതായത് നോക്കാം നമുക്ക് ഔട്ട്പുട്ട് ക്യാരി ഈസ് 1 ഇഫ് സി ജി ഈക്വൽ ടു 1. സി ജി എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ടുകളും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സി ജി ഈക്വൽ ടു എ ഇൻറ്റു ബി നമ്മൾ ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചത്. അപ്പോൾ ആ സി ജി അത് 1 ആണെങ്കിൽ എന്തേക്കാരം, അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്ത് സി പി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ 2 ഇൻപുട്ടുകളും ആഡ് ചെയ്തത് അല്ലേ, പ്രൊപ്പഗേറ്റ് ചെയ്തത് അത്, അതുപോലെ തന്നെ സി ഇന്ന് 1 ആണെങ്കിൽ ഇതാണ് സത്യത്തിൽ എന്ത് നമ്മളെ സി ഇന്ന് 1 ആണെങ്കിലാണ് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സി ഔട്ട് ഈക്വൽ ടു സി ജി പ്ലസ് സി പി ഇൻറ്റു സി ഔട്ട് ഈക്വൽ ടു സി ജി പ്ലസ് സി പി ഇൻറ്റു സി ഇൻ. ഓക്കെ, ആ സ്ലൈഡ് കുറച്ച് ലേറ്റ് ആയിട്ട് നേരം മൂവ് ചെയ്യാൻ വേണ്ടി ഒന്ന് നോക്കണേ. ദെൻ ഇനി നമുക്ക് നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ ക്യാരി ജനറേഷനും ക്യാരി പ്രൊപ്പഗേഷനും അല്ലേ, ഇത് രണ്ടും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. ഇത് നമ്മുടെ ലുക്കർ ഹെഡർ ആഡറിൻ്റെ സർക്യൂട്ടുകളാണ്. ഇവിടെ കണക്റ്റഡ് അല്ല, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ, എവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ നോക്കൂ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം, നമുക്ക് ഓരോ നോക്കാം. നമുക്ക് ഇവിടെ ഫസ്റ്റ് പ്രൊപ്പഗേറ്റഡ് ക്യാരിയില്ലേ, ഫസ്റ്റ് 0 1 ആണ് റൈറ്റ് സൈഡിലിട്ട് റൈറ്റ് സൈഡിലുള്ളത് ഇൻപുട്ട് 0 1, ക്യാരി ഇന്നായിട്ട് വരുന്നത് 1 ആണ്. അത് നേരെ എന്ത് ചെയ്തു, 1 കാണുന്നതോട് കൂടി നേരെ പ്രൊപ്പഗേറ്റ് ചെയ്തു, നേരെ അത് ഔട്ട്പുട്ടിലേക്കാണ് വിട്ടു. എൻ്റെയും ബീൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാൻ നിന്നില്ല, നേരെ അത് 1ലേക്ക് വിട്ടു. അത് പ്രൊപ്പഗേറ്റ് ചെയ്തു, പ്രൊപ്പഗേറ്റ് ക്യാരി എ പ്ലസ് ബി ഇൻറ്റു സി ഇൻ എന്ത് കൊടുത്തു, 1. ഇനി അടുത്തത് രണ്ടാമത്തെ ഗേറ്റിനകത്ത് അവിടെയും 1 0 ആണ്. 1 0 ആണെങ്കിലും ക്യാരി 1 ആണ്. അത് നേരെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊടുത്തു. എയും ബി ആഡ് ചെയ്താൽ നമുക്ക് വരാൻ പോകണം തന്നെയാണ് എന്തുതന്നെയാണ് 0 1 പ്ലസ് 0 എന്ന് പറയുമ്പോൾ 1 വരും. ഇവിടുത്തെ 1 കൂടി കൂട്ടുമ്പോഴേ നമുക്ക് എന്തുതന്നെ വരുള്ളൂ, ക്യാരി ഉണ്ടാവും. അത് നേരെ ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുത്തു, ഔട്ടിലേക്ക് കൊടുത്തു. അടുത്ത സ്റ്റേജിൽ 1 1 1 ആണ്. അപ്പോൾ നമുക്ക് 2 രൂപത്തിലാവാം, പ്രൊപ്പഗേറ്റ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ക്യാരി ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വിടാം. 2 മെത്തേഡും നമുക്ക് അവിടെ ഉപയോഗിക്കാം, പ്രൊപ്പഗേറ്റഡ് ക്യാരി അല്ലെങ്കിൽ ജനറേറ്റഡ് ക്യാരി. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ക്യാരി വരും, അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ക്യാരി വരും. മനസ്സിലായോ? ഇനി 1 1 0 ഇവിടെ നോക്കുന്നത്, ഇവിടെ നമ്മൾ പ്രൊപ്പഗേറ്റഡ് ക്യാരി അല്ല, 1 0 നേരെ ഇങ്ങോട്ട് വിടല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, 1 1 അല്ലേ, 2 ഇൻപുട്ടുകൾ നമ്മൾ നോക്കി, രണ്ടും 1 ആണ്. 1 ആണ സമയത്ത് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഔട്ട്പുട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജനറേറ്റ് ചെയ്തു, ക്യാരി ജനറേറ്റഡ് ക്യാരിയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇതാണ് നമ്മുടെ ലുക്ക് ഹെഡ് ക്യാരി ആഡർ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം. 2 ഒരുമിച്ച് വെക്കണം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് റിപ്പിൾ ക്യാരി ആഡറിൻ്റെ ആണ്. ഇവിടെ നമുക്കുള്ളത് ലുക്ക് ഹെഡ് ക്യാരി ആഡറാണ്. ഇവിടെ സെപ്പറേറ്റ് ആണ്. 2 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പ്രൊപ്പഗേറ്റഡ് ക്യാരിയും ജനറേറ്റഡ് ക്യാരിയും. 2 എന്താണെന്ന് നമുക്ക് ഈ ഡയഗ്രത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇതും അതുമായി ബന്ധപ്പെട്ട ഡയഗ്രാം തന്നെയാണ്. ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. ക്യാരി ജനറേഷൻ ആൻഡ് ക്യാരി പ്രൊപ്പഗേഷൻ ഇൻ ടേംസ് ഓഫ് ദി ഇൻപുട്ട് ബിറ്റ് ടു എ 4-bit ആഡർ.
ഓക്കെ, ബാക്കി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.